ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ട്. പി വി അൻവർ ജയിലിന് പുറത്തേക്ക്. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിൽ ജാമ്യം അനുവദിച്ച് നിലമ്പൂർ കോടതി. അൻവറിന് പിന്തുണയുമായി കൂടുതൽ UDF നേതാക്കൾ. അറസ്റ്റ് ചെയ്ത രീതിയിൽ അസ്വാഭാവികതയുണ്ടെന്ന് സമ്മതിച്ച് വനം മന്ത്രി. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 9 ജവാന്മാർക്ക് വീരമൃത്യു. ബിജാപൂരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം. നടന്നത് IED സ്ഫോടനമെന്ന് റിപ്പോർട്ടുകൾ. കോൺഗ്രസിനെ വെട്ടിലാക്കി വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ്. നിയമനത്തിന് കോഴ വാങ്ങിയത് KPCCയുടെ അറിവോടെ. IC ബാലകൃഷ്ണനും ND അപ്പച്ചനുമെതിരെയും പരാമർശം. 50 കൊല്ലം കോൺഗ്രസിനായി ജീവിതം തുലച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അനുമതിയില്ലാതെ പ്രസിദ്ധീകരണത്തിന് നൽകിയത് എഴുത്തുകാരനെ അപമാനിക്കൽ. പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടത് തെറ്റെന്നും കോടതി. വീഴ്ച സമ്മതിച്ച് DC ബുക്സ്. ഇന്ത്യയിൽ HMPV രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3ആയി. ബംഗളൂരുവിന് പിന്നാലെ ഗുജറാത്തിലും വൈറസ് ബാധ. ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. നിലവിലെ അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതി. മേൽനോട്ടത്തിന് കണ്ണൂർ DIGക്ക് ചുമതല. അപ്പീൽ പോകുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം. കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് CPM. ഹണി റോസിന്റെ സൈബർ അധിക്ഷേപ കേസിൽ കടുത്ത നടപടിയിലേക്ക് പോലീസ്. സമൂഹ മാധ്യമത്തിൽ മോശം പരാമർശം നടത്തിയ കുമ്പള സ്വദേശി അറസ്റ്റിൽ. 30-ലധികം പേർക്കെതിരെ കേസെടുത്തു. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് ഹണി റോസ് ന്യൂസ് 18നോട്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ PV അൻവറിന് ജാമ്യം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CV അനുമോദ് ചേരുന്ന വിശദാംശങ്ങളുമായി. അനുമോദ്, എന്തെങ്കിലും ഉപാധികളോടുകൂടിയാണോ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? വനം മന്ത്രി തന്നെ ഈ അറസ്റ്റിൽ അസ്വാഭാവികതയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാഷ്ട്രീയപരമായി കൂടി പല വഴിത്തിരിവിലേക്ക് ഇത് നീങ്ങുന്നു. കൂടുതൽ UDF നേതാക്കൾ പിന്തുണയും എത്തുന്ന സാഹചര്യത്തിൽ കോടതിയിലും UDF നേതാക്കളുടെ സാന്നിധ്യമുണ്ടോ? അപർണ, നിരുപാധിക ജാമ്യമാണ് ഇപ്പോൾ PV അൻവറിന് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ അപേക്ഷ തള്ളുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ തന്നെ കേസിൽ അഭിഭാഷകർ പറഞ്ഞിരുന്നത് PV അൻവറിന് രാഷ്ട്രീയമായ വിരോധം വെച്ച് കുടുക്കാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദമാണ് അഭിഭാഷകർ കോടതിയിൽ നടത്തിയത്. അതായത് ഈ സംഭവം ഉണ്ടായിട്ട് 12:20 ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കസ്റ്റഡി നടപടികളുണ്ടായി. പക്ഷേ അതിനുശേഷം വൈകുന്നേരം 4 മണിക്കാണ് ഇതിൽ FIR രേഖപ്പെടുത്തുന്നത്. ആ FIRൽ അൻവറിൻ്റെ പേര് മാത്രമാണുള്ളത്. അന്ന് അൻവറിൻ്റെ കൂടെ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ പേര് അതിലുണ്ടായിരുന്നില്ല. അതുതന്നെ അൻവറിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് എന്ന് കോടതിയിൽ അഭിഭാഷകർ വാദിച്ചിരുന്നു. അതുപോലെ തന്നെ കസ്റ്റഡി വാങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റ് പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയാണ്. അതിന് കസ്റ്റഡിയിൽ വാങ്ങേണ്ട കാര്യമില്ലെന്നും അൻവറിൻ്റെ അഭിഭാഷകർ വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അൻവറിനെ പ്രതി ചേർത്തു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തു എന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്നും റിലീസിംഗ് ഓർഡർ കോടതിയിൽ നിന്നും പുറത്തിറങ്ങും. അതുമായിട്ട് DMKയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അഭിഭാഷകർക്ക് തവനൂർ ജയിലിലേക്ക് ചെന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ സാധിക്കും. എന്നാലും 7 മണിയോടെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയുമെന്നൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് 2 മണിക്കൂറിലധികം ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് തമിഴൂരിലേക്ക്. ആ ഒരു കാലതാമസം മാത്രമായിരിക്കും ഉണ്ടാവുക. അൻവറിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ
മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും രാവിലെ മുതൽ വലിയ DMK പ്രവർത്തകരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും DMK പ്രവർത്തകർ വിധിയറിഞ്ഞ് ഇവിടേക്ക് നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസ് നേരത്തെ ഈ ജാമ്യത്തെ എതിർക്കുകയും ജാമ്യം അനുവദിക്കരുത്, പകരം അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അൻവറിൻ്റെ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. അല്പസമയത്തിനകം റിലീസിംഗ് ഓർഡർ കോടതിയിൽ നിന്നും ഇറങ്ങും. ഇന്ന് തന്നെ അൻവറിന് തവനൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകുമെന്നാണ് കരുതുന്നത്. അപർണ, അനുമോദ, ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് എന്നുകൂടിയായിരുന്നല്ലോ അൻവർ മാധ്യമങ്ങളോട് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതികരിച്ചത്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്തു. ആ തരത്തിലുള്ള പ്രതികരണങ്ങളും അതൊരു ആ കേസ് തന്നെ നിലനിൽക്കുന്നതല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കുമൊക്കെ UDF കടക്കാനുള്ള സാഹചര്യമുണ്ടോ, അതോ ഈ പ്രസ്താവനകളിൽ തന്നെ അവസാനിക്കുമോ? തീർച്ചയായും UDFന്റെ ഭാഗത്തുനിന്ന് അൻവറിനെ ഈ വിഷയത്തിൽ പിന്തുണച്ചുകൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം DMKയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ VS മനോജ് കൂടി ചേരുന്നുണ്ട്. ഇന്നലെ ഈ അൻവറിനെ അറസ്റ്റ് ചെയ്ത മുതൽ വലിയ പ്രതിഷേധത്തിനായിരുന്നു നിങ്ങൾ. ഇതിപ്പോൾ നിങ്ങളുടെ വാദം കോടതി അംഗീകരിച്ച് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എപ്പോഴാണ് അൻവറിന് പുറത്തിറങ്ങാനാവുക? കോടതിയിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടും. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, കേരളത്തിൽ അക്രമ സംഭവങ്ങൾ ഇതാദ്യമല്ല. കേരള നിയമസഭ പോലും അക്രമത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. കേരള നിയമസഭയിലെ മന്ത്രിമാരായിരുന്നവരും സ്പീക്കറായിരുന്നവരും വീണ്ടും അവർ മന്ത്രിസഭയിൽ മന്ത്രിമാരായി വന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, അത് സഭയ്ക്കുള്ളിലായാലും സഭയ്ക്ക് പുറത്തായാലും അക്രമമാണ്, നഷ്ടമാണ്. പൊതുമുതൽ നശീകരണത്തിന് പേരിൽ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? ആ പൊതുമുതൽ നശീകരണത്തിന് നേതൃത്വം നൽകിയ അവരെ അതിൽ നിന്ന് കുറ്റവാളികൾ അല്ലാതാക്കാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ടത്, കേരളത്തിലെ ഇന്ന് പൊതുജനം ഭയാശങ്കകളോടെ കാണുന്ന വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്ന സന്ദർഭത്തിൽ വന്യജീവി ആക്രമണത്തിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. ആക്രമണം തടയാൻ മാന്യമായ നിലയിൽ ആനിമലിനെ കുറിച്ച് മൊത്തത്തിൽ പഠനം നടത്തി അവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു DMK നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA നമ്മുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു പ്രചരണ പരിപാടിയുമായി പോയത്. അങ്ങനെ പ്രചരണ പരിപാടിയുമായി 3 ദിവസം പിന്നിടുമ്പോൾ 3-ാമത്തെ ദിവസം ഇത് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ സ്വീകരണം നടക്കേണ്ട ദിവസമാണ് നമുക്കെല്ലാം വളരെ വേദനയോടെ നമുക്ക് കാണുന്ന മണി എന്ന ഒരു ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇനി യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മൃതദേഹത്തുള്ള ആദരസൂചകമായി ഞങ്ങളുടെ ജാഥ അവസാനിപ്പിക്കുകയും ഫോറസ്റ്റ് ഓഫീസിൽ പോവുകയും ഇവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ നേടിക്കൊടുക്കാൻ കഴിയുമോ അവ എത്ര കണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാലും നല്ലതാണല്ലോ എന്ന് കരുതി ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയി DFOയുമായി സംസാരിക്കാൻ പോകുമ്പോൾ അവിടെ അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഞങ്ങളവിടെ ഇരുന്നത്. സ്വാഭാവികമായിട്ട് MLA ഇരിക്കുമ്പോൾ ഒരു അല്പ പ്രതിഷേധ സ്വഭാവത്തോടു കൂടിയാണ് ആളുകൾ പോകുന്നത്. ആ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും DFO അവിടെ എത്തും, ചർച്ച ചെയ്യും എന്ന് ആരോടെ പറഞ്ഞു കേട്ടു. അതുകൊണ്ടവിടെ കുറേ നേരം കൂടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രവർത്തകർക്കുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇടിച്ചകത്തേക്ക് കയറുന്നത്. അതും PV അൻവർ MLAയുടെ സാന്നിധ്യം ആ സന്ദർഭത്തിൽ അവിടെ ഇല്ല. ഞങ്ങൾ 2 പേരോട് ഫോൺ ചെയ്യാൻ വേണ്ടി മാറുന്ന സന്ദർഭത്തിൽ മാറി നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ആളുകളകത്ത് കയറുന്നത്. അവിടെ PV അൻവർ ഒരു അക്രമത്തിനും മുതിർന്നിട്ടില്ല, ആഹ്വാനം നൽകിയിട്ടില്ല, അതിനൊന്നും നേതൃത്വം നൽകിയിട്ടില്ല. ആ സ്ഥാനത്ത് അദ്ദേഹത്തെ 1-ാം പ്രതിയാക്കി ഈ അക്രമത്തിനും മറ്റും പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ കേസെടുത്ത് ജയിലടയ്ക്കാനുള്ള പോലീസ് നീക്കമാണ് ഇന്ന് തകർന്നടിച്ചത്. ഈ അൻവർ അറസ്റ്റിലായത് മുതൽ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നൊഴികെ മറ്റെല്ലാവരും തന്നെ അൻവറിന്റെ ആ നിലപാടിനൊപ്പം അൻവറിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായി. ഇത് DMKയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കരുത്ത് പകരുക? UDFന്റെ എത്രമാത്രം പിന്തുണ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള പ്രവർത്തനം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ UDFന്റെ മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീ PV അൻവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആരും UDFന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരല്ല. പക്ഷേ UDF ഞങ്ങളുടെ നിലപാടുകളെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇവ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീ PV അൻവർ ഈ സമരത്തിലേക്ക് വരും. ശ്രീ PV അൻവർ കോതമംഗലത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ട എൽദോസിൻ്റെ വീട്ടിൽ പോയി. ഏറ്റവും ഒടുവിൽ എറണാകുളം ജില്ലയുടെ ബോർഡറിൽ ഇടുക്കി ജില്ലയുടെ താഴ്വാരത്തിൽ വരുന്ന മുള്ളരിങ്ങാട് ഈ അടുത്തിടെ മരിച്ച 22 വയസ്സുള്ളൊരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും സന്ദർശനം നടത്തി. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഇവിടെ വന്ന്
നമ്മുടെ ഈ സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ സമര പരിപാടിയിൽ ഞങ്ങൾ ആവേശത്തോടു കൂടി നിൽക്കുമ്പോഴാണ് സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരിചയവും അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പക്കാരനുമായ ആദിവാസി യുവാവായ മണിയുടെ മരണം സ്വാഭാവികമായ ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാകുന്ന വികാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല അദ്ദേഹം ഒരു പച്ചയായ രാഷ്ട്രീയക്കാരനാണ്, ഒരു തുറന്ന മനസ്സോടുകൂടി പോകുന്ന ആളാണ്. അദ്ദേഹം തീർച്ചയായും ആ സമരത്തിന് നേതൃത്വം നൽകി. ആ നേതൃത്വം നൽകാൻ മാത്രമല്ല, ആരെന്ത് പറഞ്ഞാലും ആ സമരം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ വിജയത്തിലെത്താൻ എത്തിയ ആ നേട്ടത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം CPM അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുക്കുകയായിരുന്നു. ക്രിമിനൽ കേസ് രൂക്ഷമായി എടുത്ത് അദ്ദേഹത്തെ തുറുങ്കലിലടച്ച് 14 ദിവസം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്, ഈ 17 ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന ദുരുദ്ദേശവും ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഓർഡർ കിട്ടിയോ? അത് അതിനെക്കുറിച്ച് വക്കീലുമായിട്ട് ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. അതാണ് ഇവർക്കെല്ലാം തന്നെ പങ്കുവയ്ക്കാനുള്ള വികാരം. അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് കോടതിയിൽ നിന്നുള്ള അൻവറിനെ വിട്ടയക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങും. അതുമായിട്ട് സംഘം തവനൂരിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടുന്ന് ഇറക്കുക ഏകദേശം 7:30 കഴിയും. 7:30-8 മണിയോടെ മാത്രമേ അവിടെ നിന്നും തവനൂരിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് അദ്ദേഹം കസ്റ്റഡിയിൽ നിന്നും, പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്നൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. എന്നാലും രാഷ്ട്രീയമായിട്ട് അൻവറിന് ഏറെ വഴിത്തിരിവാകുന്ന ഒപ്പം അനുമോദ്, കോടതി ഇതിൽ ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടില്ല. ഇത് വീട്ടിൽ വന്ന് ഈ തരത്തിൽ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തന്നെ ഉന്നയിച്ച വിഷയങ്ങൾ, ഈ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് കസ്റ്റഡിയിൽ ഉള്ളവരുടെ പേര് എന്തുകൊണ്ട് FIR ഇല്ല? ഇങ്ങനെ കോടതി തന്നെ ഈ വിഷയത്തിനകത്ത് പലതും ക്രമക്കേടോടുകൂടിയാണ് നടത്തുന്നത് എന്നുള്ളൊരു വിമർശനവും ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? രാഷ്ട്രീയപരമായിട്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ഗുണകരമാകുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപർണ, അത് വാദത്തിനിടയിൽ കോടതി ചില സംശയങ്ങൾ ചോദിച്ചാണ്. ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങൾ കോടതി പറയുന്നു എന്നുള്ളത് നമുക്ക് വിശദമായ ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മളും ഈ വാദത്തിൻ്റെ പൂർണ്ണമായ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കോടതി പ്രധാനമായിട്ടും ചോദിച്ചത് ഈ FIR-ൽ ഉള്ള പേരുകളെക്കുറിച്ചാണ്. അതായത് റിമാൻഡ് റിപ്പോർട്ടിലുള്ള ആദ്യത്തെ 4 പേരിൽ അവരിൽ ആരും തന്നെ, അൻവർ ഒഴികെ ആരും തന്നെ FIR-ൽ ഉൾപ്പെട്ടിരുന്നില്ല. അപ്പോൾ അത് ഇവർ നേരത്തെ ഉച്ചയ്ക്ക് തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരാണ്. പിന്നീട് റിമാൻഡ് റിപ്പോർട്ടിലുള്ള 4 പേർ. അവരെ എന്തുകൊണ്ട് FIR-ൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് അൻവറിനെ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ നടത്തിയ നീക്കമല്ലേ എന്ന ചോദ്യമാണ് ഉയർന്നത്. ആ ഒരു പോയിന്റാണ് അൻവറിൻ്റെ അഭിഭാഷകർ കോടതിയിൽ വിശദീകരിച്ചത്. രണ്ടാമതായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ച ആരോപണം അല്ലെങ്കിൽ ആവശ്യമായിട്ട് വന്നത് ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെ കണ്ടെത്തുവാൻ അൻവറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം. അപ്പോൾ അതും അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു MLA ആണ്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലീസിന് എത്താൻ കഴിയും. പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വാങ്ങിച്ചു വേണമെന്നില്ല. മാത്രമല്ല, പ്രതികളെ പിടികൂടുവാൻ ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത് എന്നൊരു നിരീക്ഷണമാണ്, എന്നൊരു കാര്യമാണ് അൻവറിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ അൻവറിനെതിരെ മുൻപെടുത്ത കേസുകൾ, ആ കേസുകളുടെ വിശദാംശങ്ങളും കോടതിയിൽ വിശദീകരിച്ചു. അതും വൈരാഗ്യ ബുദ്ധിയോടെ പോലീസ് എടുത്ത കേസുകളായിട്ട് വേണം കാണുവാനെന്ന അൻവറിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച ആരോപണം അല്ലെങ്കിൽ ആ ഒരു കാര്യവും കോടതി അംഗീകരിച്ചു എന്ന് വേണം കരുതുവാൻ. എന്നാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഏറെ മുതൽക്കൂട്ടാകുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നടപടികളെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജാമ്യം നൽകുവാൻ കോടതി തീരുമാനിക്കുമ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണത്തെ സാധൂകരിക്കുവാൻ അൻവറിനും തീർച്ചയായിട്ടും അനുമോദ്, ഈ മാസം 12-ന് KPCC അങ്ങനെ ഒരു അടിയന്തര യോഗം ചേർന്ന് ആ ചർച്ച തന്നെ ഔദ്യോഗികമായിട്ട് നടത്തുമെന്നുള്ള സൂചനകൾ വരുമ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ, ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അത് കാണുകയും ചെയ്തു. അൻവറിനോട് തന്നെ ഫോണിൽ സംസാരിക്കുന്ന ഒരു കാഴ്ചയിലേക്കൊക്കെ തന്നെ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ വരുന്നതോടൊപ്പം പിന്തുണ വരുന്നതോടൊപ്പം UDF പ്രവേശനവും അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടുകളും നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? അപർണ, ഇന്ന് രാവിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് വ്യക്തമാക്കിയത്. അനൗദ്യോഗികമായിട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്, പക്ഷേ അത് ഔദ്യോഗിക തരത്തിലേക്ക് മാറിയിട്ടില്ല എന്നും ആണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, VD സതീശൻ അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF-ൽ എടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും അനൗദ്യോഗികമായിട്ട് അത്തരം ചർച്ച നടക്കുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുമ്പോൾ UDF-ലെ ഒരു വലിയ വിഭാഗം, കോൺഗ്രസിലെ വലിയൊരു വിഭാഗവും
മുസ്ലിം ലീഗുമൊക്കെ അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം തന്നെയാണ് അത് പുറത്തുവിടുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിലെ വി.ഡി. സതീശനടക്കമുള്ളവരുടെ ചില താല്പര്യമില്ലായ്മകളാകാം അതിന് വിഘാതമായി നിൽക്കുന്നത് എന്നിവിടെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്നാണെങ്കിലും മാറിയ സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ലാതിരുന്ന പി.വി. അൻവർ ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അലഞ്ഞു നടക്കുമെന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു കണക്കുകൂട്ടലാണ് ഇന്നലത്തെ പോലീസ് നടപടിയോടെ ഇല്ലാതായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയുവാൻ. കാരണം ഇന്നലത്തെ പോലീസ് നടപടി അദ്ദേഹത്തെ കരുത്തനാക്കുകയാണ് ചെയ്തത്. ഇതുവരെ അദ്ദേഹത്തെ എഴുതി തള്ളിയിരുന്നവർ അദ്ദേഹത്തെ ഒപ്പം നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയാതിരുന്ന UDF-ലെ പ്രമുഖ നേതാക്കൾ പോലും ഇന്ന് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഈ ഒരു നടപടി തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് ഉപാധികൾ വെച്ചാണ് പലരും പറയുന്നതെങ്കിൽ പോലും ഇതുവരെ ഇല്ലാത്ത രീതിയിലൊരു പിന്തുണ ഈ പോലീസിൻ്റെ നടപടി കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഏത് കാര്യത്തിലാണോ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഇത്രയും തീവ്രമായ വേഗത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്, രാഷ്ട്രീയമായിട്ട് അൻവറിന് അത് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപർണ. റൈറ്റ്. ഏതായാലും പി.വി. അൻവർ നിലമ്പൂർ കോടതി ജാമ്യം അനുവദിച്ചു. പി.വി. അൻവർ അല്പസമയത്തിനകം ജയിലിന് പുറത്തേക്ക് എത്തും. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ മാവോവാദി ആക്രമണത്തിൽ 9 ജവാന്മാർക്ക് വീരമൃത്യു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെയാണ് മാവോവാദികളുടെ ആക്രമണമുണ്ടായത്. IED സ്ഫോടനമാണ് നടന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ എന്താണ്? ജവാന്മാരുടെ വിവരങ്ങളടക്കം പുറത്തു വന്നു തുടങ്ങിയോ? അപർണ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. മാവോയിസ്റ്റുകൾ കുഴിബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടനം ആണ് നടത്തിയത്. ഈ സ്ഫോടനത്തിൽ ആണ് 8 ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. ഒപ്പം ഒരു ഡ്രൈവറും ഈ ആക്രമണത്തിൽ മരണപ്പെട്ടു. ഈ 8 ജവാന്മാർ എന്നത് 8 സൈനികർ എന്നത് ഭീകരവിരുദ്ധ അല്ലെങ്കിൽ മാവോയിസ്റ്റ് വിരുദ്ധ സംഘത്തിൽപ്പെടുന്നവർ ആണ് എന്നതാണ് ഏറെ ദുഃഖകരം. ഇവർ ഏതാനും ദിവസങ്ങൾ ആയി ബിജാപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാവോയിസ്റ്റുകളെ തുരത്തുന്ന ദൗത്യത്തിൽ വ്യാപൃതരായിരുന്നു. അതുമാത്രവുമല്ല, ഇന്ന് രാവിലെ ഇത്തരത്തിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകളെ ഈ സംഘം വധിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 2 വനിതകളും ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഒപ്പം AK-47 പോലെയുള്ള ആയുധങ്ങൾ അടക്കം ഇവർ പിടികൂടുകയും ചെയ്തു. ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബസ്തർ മേഖലയിൽ, നമുക്കറിയാം ഛത്തീസ്ഗഡിലെ ഏറ്റവും അധികം മാവോയിസ്റ്റ് സ്വാധീനം ഉള്ള മേഖലയാണിത്. ഈ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദൗത്യം ആണ് മാവോയിസ്റ്റുകളെ തുരത്തുക എന്നുള്ളത്. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രാദേശിക പോലീസ് സംവിധാനത്തോട് ഒപ്പം ചേർന്നുകൊണ്ടാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് അധികം ദിവസമായി ഇവർ മാവോയിസ്റ്റുകളെ തുരത്തുന്ന ദൗത്യത്തിൽ വ്യാപൃതർ ആയിരുന്നു. അതിനുശേഷം ഈ സംഘം മടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ കുഴിബോംബ് സ്ഫോടനം ആണ് നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നടക്കുന്നത് കുഴിബോംബ് സ്ഫോടന രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ സംഘത്തിന് ഇങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെയൊരു ആക്രമണ പദ്ധതി ഉള്ളതായി തിരിച്ചറിയാൻ സാധിച്ചില്ല. അതാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. സ്കോർപിയോ വാഹനത്തിൽ ആയിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഫോടനത്തിൽ സ്കോർപിയോ വാഹനം പൂർണ്ണമായും തകർന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വാഹനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഛത്തീസ്ഗഡ് ചീഫ് മിനിസ്റ്റർ വിഷ്ണുദേവ് സായ് ഇതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ധീര സൈനികരെ ആണ് നഷ്ടമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള എന്തൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാലും മാവോയിസ്റ്റുകളെ തുരത്തുക എന്ന ദൗത്യത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നിലേക്ക് പോവുക ഇല്ല എന്നും ഇത്തരം ദൗത്യം തുടരും എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് സുന്ദർ രാജ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് IED ബ്ലാസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ആണ് ഇത്തരത്തിൽ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നാണ് ഇൻസ്പെക്ടർ ജനറൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ സംഘം, അതായത് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട സംഘം തന്നെ നേരത്തെ നമുക്കറിയാം പലപ്പോഴും ഈ മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന ഇത്തരം ബോംബുകൾ എന്നതൊക്കെ നേരത്തെ കുഴിച്ചിടുന്നതാണ്. ഈ വഴിയിലൂടെയൊക്കെ സംഘം എത്തുമ്പോൾ അല്ലെങ്കിൽ ദൗത്യ സംഘം എത്തുമ്പോൾ അത് പൊട്ടുന്ന ശീലം ആണ് ഉള്ളത്. അതിനപ്പുറത്ത് പെട്ടെന്ന് നടത്തുന്ന ഒരു ആക്രമണം അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുഴിബോംബ് സ്ഫോടനത്തിന് കാരണക്കാരായിട്ടുള്ള മാവോയിസ്റ്റ് സംഘം എന്നത് കൊല്ലപ്പെട്ടവർ ആണോ അതെയോ മറ്റേതെങ്കിലും സംഘമാണോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ബസ്തർ മേഖലയിൽ കനത്ത ജാഗ്രത ഇപ്പോൾ തുടരുകയാണ്. മാവോയിസ്റ്റുകൾക്ക് വേണ്ടി കൂടുതൽ മാവോയിസ്റ്റുകൾ ആ മേഖലയിൽ ഉണ്ട് എങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലും സജീവമാണ്. അപർണ.
യെസ്, ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ 9 വീര ജവാന്മാരുടെ വീരമൃത്യുവാണ് ഉണ്ടായിരിക്കുന്നത്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ PV അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും അൻവർ അല്പസമയത്തിനകം ജയിലിന് പുറത്തേക്ക് കടക്കും. അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നുള്ള പ്രതികരണമാണ് അൻവർ നടത്തിയത്. സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള ഇടത് സർക്കാരിനെ കടന്നാക്രമിക്കുന്ന, മുഖ്യമന്ത്രിയെ തന്നെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രതികരണമായിരിക്കും ജയിലിന് പുറത്തേക്ക് എത്തുമ്പോൾ PV അൻവർ നടത്തുക എന്നുള്ളതിൽ തർക്കമില്ല. നേരത്തെ PV അൻവറിനെ ജയിലിലെത്തി ബന്ധുക്കൾ സന്ദർശിച്ചിരുന്നു. ആരോഗ്യനില ഓക്കെയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായി കൂടിയാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഏതായാലും പിണറായി വിജയനെതിരെ പരസ്യമായി പ്രതികരിച്ച PV അൻവറിൻ്റെ അറസ്റ്റ് അതൊട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല. ഇത്തരം നടപടികളൊക്കെ ഒരുപക്ഷെ ഇടത് സർക്കാരിൽ നിന്ന് ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്നുള്ള പ്രതികരണമൊക്കെ അൻവറും നടത്തിയതാണ്. അങ്ങനെ ഒരു അവസരമുണ്ടായപ്പോൾ പാർട്ടിയും സർക്കാരും അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നുള്ളൊരു വിമർശനം UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിരിക്കുന്നു. വനം വകുപ്പ് ഓഫീസിലുണ്ടായ പ്രതിഷേധത്തിനിടയിൽ നടന്ന അക്രമത്തിൻ്റെ പേരിലായിരുന്നു അൻവറിൻ്റെ അറസ്റ്റ് നടന്നത്. ഈ സംഭവ ദിവസം തന്നെ രാത്രി വീട് വളഞ്ഞിട്ടുള്ള അറസ്റ്റ് നടപടികളാണ് നടന്നത്. അത് പതിവിൽ കവിഞ്ഞ ഒരു ശുഷ്കാന്തി പോലീസ് കാണിച്ചു ഈ വിഷയത്തിനകത്ത് എന്നുള്ള രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ദിവസങ്ങൾ കഴിഞ്ഞാലും സാധാരണ നടപടികൾ ഉണ്ടാകാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു MLA മണിക്കൂറുകൾക്കകം പോലീസ് വീട് കയറി പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ തീരുമാനം പോലീസിൻ്റേത് മാത്രമല്ല എന്നുള്ളൊരു പ്രതികരണം UDF നേതാക്കൾ നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് PV അൻവർ പോലീസ് ജീപ്പിലേക്ക് കയറിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമുണ്ടായി, അതാണ് നടപ്പാക്കിയത്. അങ്ങനെ ഒരു അവസരം നോക്കി സർക്കാരും പോലീസും കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള വിലയിരുത്തലുകളും പരസ്യ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ, ADGP MR അജിത് കുമാറിന് ഒക്കെ എതിരെ അൻവർ നടത്തിയതുപോലുള്ള ഒരു കടന്നാക്രമണം സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമുണ്ടായിരുന്നില്ല. അൻവർ ഉണ്ടാക്കിയ വലിയ വിമർശനങ്ങളൊക്കെ ഇടത് സർക്കാർ അതിജീവിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാം കഴിഞ്ഞത് പാർട്ടിയും സർക്കാരും പിണറായി വിജയനൊപ്പം മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. ഏതായാലും തനിക്കെതിരെ ഈ തരത്തിൽ സംസാരിക്കുന്ന ഒരാൾ ഇടതുമുന്നണിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചതോടുകൂടിയാണ് PV അൻവറിന് മുന്നണിയിലെ ഇരിപ്പിടവും നഷ്ടമായത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇതിലൊരു സംഭവ ദിവസം തന്നെ വീട് കയറി ഒരു ജനപ്രതിനിധിയെ പിടികൂടുക പൂർണ്ണമായും അസ്വാഭാവികതയാണ് എന്നുള്ളൊരു വിലയിരുത്തൽ ഈ സർക്കാർ തലത്തിൽ തന്നെ, അല്ലെങ്കിൽ വനം മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അത് ഒരു രാഷ്ട്രീയ പ്രതികാരമാണ് നടത്തിയത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ള അൻവറിൻ്റെ പരാമർശം ശരിയാണെന്നുള്ളൊരു വിലയിരുത്തൽ പുറത്തേക്ക് തരുന്നുണ്ടോ? അപർണ, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭ്യമായ ഒരു വിവരം അൻവറിൻ്റെ ജാമ്യ വ്യവസ്ഥയാണ്. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. 50,000 രൂപയുടെ 2 ആൾജാമ്യം, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റത്തിൽ 35,000 രൂപ കെട്ടിവെക്കുന്നത്. ഇങ്ങനെ 3 കണ്ടീഷനാണ് അദ്ദേഹത്തിന് മുൻപിൽ ഈ ജാമ്യം നൽകിയപ്പോൾ കോടതി വച്ചിരിക്കുന്നത്. സാധാരണ മറ്റ് ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. PDPP വകുപ്പുകൾ പ്രകാരമാണ് ഈ പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിനാണ് 35,000 രൂപ കെട്ടിവെക്കേണ്ടതുള്ളത്. മറ്റ് രണ്ടും സാധാരണ കോടതി ജാമ്യം നൽകുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ തന്നെയാണ്.
മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് വാദം നടന്നപ്പോൾ അൻവറിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കോടതി അന്വേഷിക്കുകയും ആ പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ നിരാകരിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളുമാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഈ സംഭവം ഉണ്ടായ സമയം 12:30-ക്ക് കസ്റ്റഡിയിലെടുത്ത 4 പേരുടെ പേരുവിവരങ്ങൾ FIR-ൽ ഇല്ല. അതിനുശേഷം അൻവറിൻ്റെ പേര് മാത്രമാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അൻവറിനെ മാത്രം കൊടുക്കുവാനാണ് എന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പേരുകൾ അതിലുണ്ടായിരുന്നില്ല എന്ന ചോദ്യമാണ് കോടതി ആ വാദത്തിനിടെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ അൻവറിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മറ്റു പ്രതികളെ കണ്ടെത്താനാണെന്ന പോലീസിൻ്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. അത് അൻവറിൻ്റെ കസ്റ്റഡിയിലെടുത്തല്ല ആ പ്രതികളെ പിടികൂടേണ്ടത്, പ്രതികളെ അന്വേഷിക്കേണ്ടത് അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദവും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേറ്റവും ഈ കേസുകളുടെ എണ്ണം, അൻവർ നിരന്തരം കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ശ്രമം, ആ കേസുകളുടെ നമ്പറുകൾ പറഞ്ഞുകൊണ്ട് അഭിഭാഷകർ പബ്ലിക് പ്രോസിക്യൂട്ടർ നടത്തിയെങ്കിലും അതൊക്കെ കോടതിയുടെ മുമ്പിൽ നിരാകരിക്കുന്ന കാര്യമാണ് അൻവറിൻ്റെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് പോലീസ് വൈരാഗ്യ ബുദ്ധിയോടെ ആ കേസെടുക്കുന്നൊരു സമീപനം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എപ്പോഴും വയനാട്ടിൽ നിലമ്പൂരിൽ ഉണ്ടാകുന്ന വ്യക്തിയാണ് അൻവർ. അങ്ങനെ ഒരു ജനപ്രതിനിധിയെ എന്തിനാണ് രാത്രി വീട് കയറി രാഖി രാമായണം എന്ന തരത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത്? ഇത് അസ്വാഭാവികമാണ്. അത് ചില സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ്, വൈരാഗ്യം കൊണ്ടാണ് എന്ന വിശദീകരണം, എന്ന തരത്തിലുള്ള വാദമാണ് അൻവറിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ചത്. അതെല്ലാം തന്നെ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നതിന് എപ്പോൾ പുറത്തിറങ്ങുന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടുന്നും ഉത്തരവിൻ്റെ റിലീസിംഗ് ഓർഡർ പുറത്തിറങ്ങേണ്ടതുണ്ട്. അതുമായിട്ട് തവനൂരിലെത്തണം. ഏകദേശം 8 മണി കഴിയും അദ്ദേഹം പുറത്തിറങ്ങുവാൻ എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്നത്. എന്നാണെങ്കിലും അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അൻവറിന് പുറത്തിറങ്ങാൻ സാധിച്ചു എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചും അദ്ദേഹത്തെ അനുകൂലിച്ചവരെ സംബന്ധിച്ചുമൊക്കെ വലിയ ആത്മവിശ്വാസമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്. നേരത്തെ അൻവറിനെതിരെ നിന്നവർ പോലും ഇന്നലെ രാത്രി മുതൽ അൻവറിൻ്റെ ചില വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരെ നിൽക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ഈ അറസ്റ്റ് കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ. അതായത് PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ MLA ആയി 2 തവണ നിയമസഭയിലെത്തി. ഏകദേശം ഒരു 4 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് മാറി നിന്നത്. അദ്ദേഹത്തിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ, അദ്ദേഹം ഇടതുപക്ഷത്തിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് നിന്നു. പിതൃതുല്യനായ വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ അതേ PV അൻവർ തന്നെ അദ്ദേഹത്തെ അപഹസിക്കുന്നു, അദ്ദേഹത്തെ വിമർശിക്കുന്നു. അതിരൂക്ഷമായ ഭാഷയിൽ, കേരളത്തിലെ UDF നേതാക്കൾ പോലും പറയാത്ത ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നു. അതിശക്തമായ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിനിടയിലും അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ചോദ്യങ്ങളായിട്ട് ഉയരുന്നു. ഇടതുപക്ഷം അത് പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളയുകയാണെങ്കിൽ പോലും അദ്ദേഹം ആ വാദങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരു DMK എന്ന സ്വന്തം രീതിയിലൊരു സംഘടന രൂപീകരിച്ച് അദ്ദേഹം പാലക്കാടും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പാലക്കാട് UDF-നെ പിന്തുണയ്ക്കുന്നു. അതോടൊപ്പം ചേലക്കരയിൽ ഒറ്റയ്ക്ക് നിന്ന് 5000-ലധികം വോട്ട് നേടി സാന്നിധ്യം അറിയിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഈ ഇടതുപക്ഷം അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെയാകും എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു നടത്തിയിരുന്നത്. ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ മറ്റു മുന്നണികളുടെ പ്രവേശനവും അതുപോലെ തന്നെ ഒരു എവിടെയും എത്താത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് നേതാക്കളുമായിട്ട് അദ്ദേഹം നല്ല അടുപ്പത്തിലായിരുന്നെങ്കിൽ പോലും മുന്നണി പ്രവേശനം എന്നത് അസാധ്യമാകുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം. പക്ഷേ ആ സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹം നിശ്ചയിച്ച ജനകീയ യാത്ര, അതിൽ അദ്ദേഹം UDF നേതാക്കളെ പലയിടത്തും പങ്കെടുപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ UDF നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചതോടെ ആ ജനകീയ യാത്രയും രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആദിവാസി യുവാവായ മണിയുടെ ആ മരണം, ആനയുടെ ആക്രമണത്തിൽ മണി കൊല്ലപ്പെട്ടതും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും അൻവർ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളും അതേ തുടർന്നുണ്ടായ സംഘർഷങ്ങളുമൊക്കെ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ PV അൻവറുടെ രാഷ്ട്രീയ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളാണ് തീർത്തിരിക്കുന്നത്. അൻവറിനെതിരെ എന്തിനെത്ര വേഗത്തിൽ നടപടിയെടുത്തു എന്ന ചോദ്യം പൊതുസമൂഹം ഉന്നയിക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ സ്വാഭാവികമായിട്ടും ചില പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങളും
മറ്റു മാത്രമായി ഉണ്ടായിരിക്കുന്നത് നിലമ്പൂരിൽ എന്നിരിക്കെ ഇതിൽ ഉദ്ഘാടകനായ MLA 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് രാത്രിക്ക് രാത്രി വീട് കയറി അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് ഉയർന്നതെന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉന്നയിച്ചത്, UDF ഉന്നയിച്ചത്. അത് സാധാരണക്കാരായ ഒട്ടേറെ പേർ ആവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതാദ്യമായിട്ടല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതും പൊതു മുതൽ നശിപ്പിച്ചതിനും ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസ് കേസെടുക്കുന്നത്. അപ്പോഴൊന്നും നേതാക്കൾക്കെതിരെ കേസെടുക്കുകയോ അവരെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത പോലീസ് നിലമ്പൂരിലെ MLA ആയ അൻവറിനെ നിലമ്പൂരിലുള്ള സാഹചര്യത്തിൽ തന്നെ രാത്രിക്ക് രാത്രി എന്തിനെ അറസ്റ്റ് ചെയ്തു? അത് വൈരാഗ്യത്തോടെയല്ലേ, അത് പ്രതികാര ബുദ്ധിയല്ലേ എന്ന ചോദ്യമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇടതുപക്ഷത്തിന് അവർ എഴുതിത്തള്ളിയ നേതാവായ അൻവർ അവരുടെ തന്നെ പോലീസിൻ്റെ ഒരു നടപടി കാരണം തിരിച്ചു വരുന്ന രാഷ്ട്രീയമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമാക്കിയിരിക്കുന്നത്. ഏതായാലും രാത്രിയോടുകൂടി അൻവർ ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. അതിന്റെ ഉത്തരവ് എത്തുന്നതോടുകൂടിയെന്നാണ് CV അൻമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നു PV അൻവറിനുള്ളത്. ഇത് തന്നെ രാഷ്ട്രീയപരമായിട്ട് അൻവറെ സംബന്ധിച്ചിടത്തോളം അതൊരു വിജയം തന്നെയാണ്. ഈ വാർത്തയിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. PV അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. രാത്രിയോടുകൂടി ഉത്തരവ് എത്തി. തവനൂർ ജയിലിൽ നിന്ന് അൻവർ പുറത്തിറങ്ങുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നിരുപാധിക ജാമ്യമാണ് നൽകിയിരിക്കുന്നത്. തവനൂർ ജയിലിന് പുറത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിഷാദ് വാളാഞ്ചേരിയും നമുക്കൊപ്പം ചേരുന്നു. ജിഷാദ്, ജയിലിൽ എത്തി അൻവറിന്റെ PA അടക്കമുള്ളവർ കണ്ടിരുന്നല്ലോ. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ UDF നേതാക്കളുടെ ഭാഗത്ത് എത്തുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർ ഈ ജയിലിന് പുറത്തുണ്ടോ? അൻവർ എപ്പോഴത്തേക്ക് ഇറങ്ങും, എപ്പോഴായിരിക്കും ഉത്തരവെത്തുക എന്ന് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും പ്രതികരണം അൻവറിന്റെ സൗഹൃദ വലയങ്ങളിൽ നിന്നോ അദ്ദേഹത്തിന്റെ പ്രവർത്തകരിൽ നിന്നോ ഒക്കെ കിട്ടുന്നുണ്ടോ? അപർണ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തവനൂർ സെൻട്രൽ ജയിലിൻ്റെ പുറത്താണ്. ഇവിടെ DMK പ്രവർത്തകരും അതുപോലെ തന്നെ ഇവരെ സന്നദ്ധ സഹചാരികളും ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരെ അല്പസമയത്തിനകം തന്നെ ഓർഡർ എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ ജയിൽ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടുന്ന് ഒരു 7-8 മണിയോട് കൂടി തന്നെ ഇവിടുന്ന് അൻവർ ഇറങ്ങുന്നതാണ് ഇവർ നമുക്ക് സൂചന തരുന്നത്. എന്തായാലും DMK പ്രവർത്തകരെ അടക്കം നിരവധി ആളുകൾ തവനൂർ സെൻട്രൽ ജയിൽ പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. DMK പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തായാലും നമ്മൾ MLA പോകുന്ന സമയത്ത് എങ്ങനെയുണ്ട്? ജീവൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് കാണാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് കാണാൻ. അപർണ, എന്തായാലും DMK പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്ക് തന്നെ ഈ സെൻട്രൽ ജയിലിലേക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറേ പ്രവർത്തകരായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി 2:30 കൂടിയിട്ടാണ് തവനൂർ സെൻട്രൽ ജയിലിൽ PV അൻവർ MLA അകത്തേക്ക് കൊണ്ടുപോയത്. എങ്ങനെ കാണുന്നു? ഇന്നലെ മുതൽ തന്നെ ഇവിടെ വന്നിട്ട് റൂമൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. എങ്ങനെ കാണുന്നു? ഇന്നലെ മുതൽ തന്നെ നിങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. എങ്ങനെ കാണുന്നു? നല്ല സന്തോഷം. MLAക്ക് ജാമ്യം കിട്ടി. MLAക്ക് ജാമ്യം കിട്ടിയാൽ മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ, MLAയും കൊണ്ടേ പോവുള്ളൂ എന്നുള്ളത് ഇന്നലെ വരുമ്പോൾ ഉള്ളത് തന്നെ തീരുമാനമായിരുന്നു. അൽഹംദുലില്ലാ MLAക്ക് ജാമ്യം കിട്ടി. ഇന്ന് 7 മണിക്ക് മുന്നേ ഓർഡറോടെ കോടതിയിൽ നിന്ന് ഓർഡർ ജയിലിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ വൈകിട്ടോട് കൂടി നമ്മൾ MLA കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് വെക്കും, നാളെ രാവിലത്തേക്ക് വെക്കും. ഇന്ന് തന്നെ ഇറങ്ങുന്നൊരു പ്രതീക്ഷ ഇല്ലേ? പ്രതീക്ഷയുണ്ട്. നമുക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും. നമുക്ക് നോക്കാം. 7 മണിക്ക് മുന്നേ എത്തണമല്ലോ. നമുക്ക് പ്രായോഗികതയോടെ നമ്മൾ നോക്കണം. നിലമ്പൂരിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട് ഓർഡർ. അതൊക്കെ എത്തുന്നതിനനുസരിച്ചായിരിക്കും. ഇന്ന് പോലീസ് റിപ്പോർട്ടൊക്കെ വൈകാൻ കാരണമായി എന്നുള്ളൊരു തീർച്ചയായിട്ടും അറസ്റ്റ് തന്നെ പക്ക രാഷ്ട്രീയ പകപോക്കലല്ലേ. അതിലെന്തോ കൂടുതൽ ചോദിക്കാനായി? അല്ലെങ്കിൽ ഇത് ഇന്നലെ നട്ടപ്പാതിര നേരത്ത് അത്രയും പോലീസ് സന്നാഹങ്ങളോട് കൂടെ ഒരു MLAയുടെ ഏത് സമയത്തും നിലമ്പൂർ ഉണ്ടാകുന്ന ഒരു MLA ഫോൺ കോളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു MLA അത്രയും പോലീസ് സന്നാഹങ്ങൾ കൂടെ ഒരു നാടകീയമായി പോലീസിന് അടുക്കള ഭാഗത്ത് വരെ ഡോറ് തുറന്നു നോക്കുമ്പോൾ അവിടെ വരെ പോലീസാണ്.
MLA വീടിൻ്റെ അടുക്കള ഭാഗത്ത് വരെ ഡോർ തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ വരെ പോലീസ് അടുക്കളയുടെ ഭാഗത്ത് നമ്മൾ തന്നെ അന്തം വിട്ടുപോയി എന്താണിത് എന്നുള്ള രീതിയിൽ. അത്തരത്തിലൊരു നാടകീയതോടുകൂടെ ഒരു MLA എന്നുള്ള സംസാരിച്ച പോലെ ഞാൻ എന്താ കൊള്ളക്കാരനെന്ന് ചോദിച്ചു MLA. ആ രീതിയിലൊക്കെ MLA അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പക്ക പൊളിറ്റിക്കൽ എന്താ പറയുക പക്ക പകപോക്കലാണ്. പിണറായി പോലീസിൻ്റെ പക്ക പകപോക്കലാണിത്. തീർച്ചയായിട്ടും അത്ര നട്ടപ്പാതിര നേരത്തെ MLA ധൃതി പിടിച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മെഡിക്കലും ബാക്കിയുള്ളതും കാര്യങ്ങളൊക്കെ എടുത്ത് രാത്രി എന്നെ സബ് ജയിലിലേക്ക് എത്തിച്ച പോലീസിന് എന്താ രാവിലെ തന്നെ റിപ്പോർട്ട് കൊടുത്തൂടെ? വൈകുന്നേരം വരെ വൈകുന്നേരത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ലല്ലോ റിപ്പോർട്ട് കൊടുക്കാൻ. തീർച്ചയായിട്ടും മനഃപൂർവ്വം വൈകിപ്പിച്ച തന്നെ. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് റിപ്പോർട്ട് വൈകിപ്പിക്കാനേ ഉള്ളൂ, മറ്റൊന്നും ചെയ്യാനില്ല. അവർക്ക് പറ്റുന്ന കാര്യം അവർ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നിന്നുള്ള സ്വീകരണ പരിപാടികളൊക്കെ എങ്ങനെയാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ പോകുന്ന പൂരാണത്. MLA ഇന്നലെ പോകുന്ന സമയത്ത് MLA ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യം ജീവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കത് കാണാൻ പോകുന്ന പൂരല്ലേ, പറഞ്ഞറിയിക്കണില്ല. ഇവിടേക്ക് ഒരുപാട് പ്രവർത്തകർ ഇനി വരാനുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കാണാമല്ലോ. നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങളൊക്കെ രാവിലെ തൊട്ട് ഇവിടെ നമ്മളെ പോലെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് കാണാം. ഒന്ന് വെയിറ്റ് ചെയ്യും, കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും അപർണ, അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരെല്ലാം സന്തോഷത്തിലാണ്. സ്വന്തം MLA ഇന്നലെ രാത്രി മുതൽ തന്നെ അവരൊക്കെ ഇവിടെ ഇന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഉണ്ട്. അതാണ് തവനൂർ സെൻട്രൽ ജിഷാദ്, അതായത് കാണാൻ പോകുന്ന പൂരം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നു. ഇതാദ്യം അൻവർ ഒരു പൊതുസമ്മേളനം വിളിച്ചപ്പോൾ കണ്ട ആ ശക്തി പ്രകടനത്തിന് തത്തുല്യമായ രീതിയിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ ഒരാൾക്കൂട്ടം തന്നെ, ഒരണികളുടെ ആൾക്കൂട്ടം തന്നെ എത്തുക, പ്രത്യേകിച്ച് UDF പ്രവേശനമൊക്കെ ഉണ്ടാകും എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്ന സാഹചര്യത്തിൽ ആ തരത്തിൽ വലിയൊരു ഒരു ഒഴുക്ക്, പ്രവർത്തകരുടെ ഒഴുക്കും അണികളുടെ ഒഴുക്കൊക്കെ ഉണ്ടാകും ജയിലിന് മുന്നിലേക്ക് എന്നുള്ള സൂചനകളാണ് അവിടെ നിന്ന് വരുന്നത്, അല്ലേ? ജിഷാദ്, ഞാൻ തിരികെ എത്താം. VT ബൽറാം, കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, 24 മണിക്കൂറിൽ തന്നെ അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോടതി നിരുപാധികം ജാമ്യം നൽകിയിരിക്കുന്നു. അതായത് രാഷ്ട്രീയ വേട്ടയാണ് നടത്തിയത്, ആ തരമുള്ള ഒരു അറസ്റ്റാണ് ഉണ്ടായത് എന്ന് ജുഡീഷ്യറി പോലും കണക്കാക്കുന്നു എന്ന് വിലയിരുത്തുന്നുണ്ടോ കോൺഗ്രസും UDFും? പിണറായി വിജയന്റെയും CPM-ന്റെയും ലക്ഷ്യം ഭാഗികമായിട്ടെങ്കിലും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. കാരണം അൻവറിനെ ഒരു ദിവസം ജയിലറക്കകത്ത് കടത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം വലിയ ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി തന്നെയാണ് അൻവറിനെതിരെ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരുന്നത്. അത് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജനപ്രതിനിധി ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. അതല്ലാതെ അതിനപ്പുറത്ത് കേരളത്തിൽ ഇന്നേ വരെ നടക്കാത്ത ഏതെങ്കിലും കാര്യമാണ് നടന്നിട്ടുള്ളത് എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. ഇവിടെ നിരവധിയായിട്ടുള്ള സമരങ്ങളിൽ ഇതിനേക്കാൾ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ നിയമസഭ പോലും പരസ്യമായി തല്ലി തകർത്ത ആളുകൾ ഇപ്പൊ മന്ത്രി കസേരകളിൽ ഇരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള ഈ കേരളത്തിലാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ രാഷ്ട്രീയമായ വിരോധം അയാൾക്കെതിരെ ഉണ്ട്, അയാൾ സർക്കാരിന്റെ ഒരു വിമർശകനായി ഇപ്പൊ സമീപകാലത്ത് മാറിയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചതിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയേണ്ടുന്ന കാര്യം. കാരണം ഇന്നലെ രാത്രി അത്രയും ഘോഷമൊക്കെ ഉണ്ടാക്കി ആളെയൊക്കെ കൂട്ടി വീട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് പകല് അറസ്റ്റ് ചെയ്ത് നേരെ മജിസ്ട്രേറ്റിന് മുമ്പിലോ അല്ലെങ്കിൽ കോടതിയിലോ ഹാജരാക്കിയാൽ ഇന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു. അപ്പൊ അത് ചെയ്യാതെ ഇന്നലെ രാത്രി തന്നെ അത് ചെയ്തത് ഈ പറഞ്ഞ രീതിയിൽ ഒരു രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന്റെ ഭാഗമായിട്ടാണ്. അൻവറിന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അത്. അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ടല്ല നമ്മൾ കാണുന്നത്. അതിനപ്പുറത്ത് ജനാധിപത്യത്തിൽ ഒരു പൗരന് നേരെയുള്ള ഒരു ഭരണകൂടത്തിന്റെ അമിതാധികാര പ്രവണതയുടെ പ്രകടനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനെതിരെ ജനാധിപത്യ പക്ഷത്ത് നിന്ന് വിമർശനങ്ങൾ സ്വാഭാവികമായി തന്നെ ഉയരേണ്ടതായിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അൻവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടാവും. ബൽറാം, ഈ ജനകീയ പക്ഷത്തു നിന്ന് അല്ലെങ്കിൽ ജനാധിപത്യ പക്ഷത്തു നിന്നുള്ള പിന്തുണ മാത്രമാണോ കോൺഗ്രസും ലീഗും അല്ലെങ്കിൽ UDF അൻവറിന് കൊടുക്കുന്നത്? ഇതിലൊരു രാഷ്ട്രീയ വിഷയം കൂടി ഉള്ളതുകൊണ്ട് CPM-ഉമായിട്ട് ആ ഒരു രാഷ്ട്രീയ പോരാട്ടം കൂടിയാണല്ലോ അൻവർ നടത്തുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷത്തു നിന്നുള്ള ഒരു പിന്തുണ കൊടുക്കാൻ UDF ഉദ്ദേശിക്കുന്നുണ്ടോ? അൻവർ പുതിയ കാര്യങ്ങളൊന്നും രാഷ്ട്രീയ പക്ഷത്ത് നിന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല.
അൻവർ ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളാണ്. കേരളത്തിലെ CPM-ഉം BJP-യും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ധാരണയിലേക്കും പരസ്പരം ഇഴുകിച്ചേർന്നുള്ള പ്രവർത്തനത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ ഉയർത്തുന്ന ശക്തമായിട്ടുള്ള വിമർശനമാണ്. അത് പോലീസിലടക്കം ദൃശ്യമായി വരുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ആ തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വിമർശനം ഭരണപക്ഷത്ത് നിന്നിരുന്ന ഒരു MLA കൂടി പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് അൻവറിന്റെ കാര്യത്തിൽ ഞങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ഉയർത്തിയ, ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നിരവധി തവണ ആവർത്തിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച രാഷ്ട്രീയ വിഷയങ്ങളാണ്. ആ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഭരണപക്ഷത്തു നിന്നുള്ള ആളുകളുടെ ഇടയിൽ കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആ സ്വീകാര്യത ഉണ്ടാക്കാൻ കൂടി അൻവർ കാരണമാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവർ ഇനി UDF-ലേക്കാണോ, ഇതൊരു രാഷ്ട്രീയ പിന്തുണ കൂടിയാക്കി UDF കണക്കാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യതയും പ്രതീക്ഷിക്കാമോ? അല്ല, നമ്മൾ ഒരു വ്യക്തിയെ, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത് അയാളുടെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അങ്ങനെ UDF-ന്റെ ഭാഗമാവണം എന്നുള്ള നിലയിലുള്ള ഒരു ചിന്ത അൻവർ മുന്നോട്ട് വെച്ചതായിട്ട് ഇതുവരെ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അപ്പൊ അതൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. കാരണം അപ്പൊ ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ചേലക്കരയിൽ ഞങ്ങൾക്കെതിരെ ശക്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ച് വോട്ട് പിടിച്ച ആളാണ് ഈ അൻവർ. അപ്പൊ ഞങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള വിമർശനം ആ ഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിയിരുന്നു. അപ്പൊ അദ്ദേഹം UDF-ന്റെ ഭാഗമാവണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് ആ നിലയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ കോൺഗ്രസ് അടക്കം മുസ്ലിം ലീഗ് അടക്കം UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ ഇതിന്റെ ഉന്നത ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ആലോചിച്ച് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. എന്റെ തലത്തിലുള്ള ഒരാളല്ല ഇപ്പൊ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഒറ്റ കാര്യം കൂടി VT ബൽറാം, നിയമസഭയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ വേട്ട തനിക്കെതിരെ നടന്നു. ഒരു ജനപ്രതിനിധിയെ വീട് കയറി സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു വിഷയത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ, അത് അൻവർ പ്രതിഷേധിക്കുമ്പോൾ UDF-ന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം സഭയ്ക്കകത്തുണ്ടാകുമോ? അൻവറിന്റെ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അടക്കം കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അൻവറിനെതിരെ ഇപ്പൊ നടക്കുന്ന ഈ പറഞ്ഞ പോലീസ് നടപടികൾ അതൊരു രാഷ്ട്രീയ വേട്ടയാടലിന്റെ സ്വഭാവത്തിലുള്ളതാണ്. അത് അൻവറിനെതിരെ മാത്രമല്ല, ഈ നാട്ടിലെ ഏതൊരു പൗരനെതിരെ ഉണ്ടായാലും അതിനെതിരെ ശക്തമായിട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധമുണ്ടാവും. വളരെ നന്ദി. കോൺഗ്രസ് നേതാവ് VT ബൽറാമാണ് പ്രതികരിച്ചത്. CV അനുമോദിലേക്ക് കൂടി വീണ്ടും. അനുമോദ്, UDF പ്രവേശനവുമായി ഇതിനെ പെട്ടെന്ന് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട എന്നുള്ളൊരു കാര്യം VT ബൽറാം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വരികൾക്കിടയിലുണ്ട്. അത് അൻവർ കൂടിയാണ് ഇതിനകത്തൊരു വ്യക്തമായ നിലപാട് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ചേലക്കര തെരഞ്ഞെടുപ്പ് അടക്കം ബൽറാം പറയുമ്പോൾ, പക്ഷേ ഇപ്പോഴുള്ള പിന്തുണ അത് ഹൈപ്പോത്തറ്റിക്കൽ മാത്രമല്ല, അത് വേണമെങ്കിൽ അതൊരു പുതിയ രാഷ്ട്രീയ ഒരു ചേരിയിലേക്കൊക്കെ മാറാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും വിലയിരുത്താം. അങ്ങനെ വിലയിരുത്തപ്പെടുന്ന രീതിയിൽ കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട് മലപ്പുറത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ തരത്തിൽ പ്രതികരിക്കുകയുണ്ടായോ? നമ്മളോട് തന്നെ ഇപ്പോൾ ലീഗ് അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇതിനകത്ത് കൂടുതൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്നതുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇന്ന്? അപർണ, നമ്മൾ VT ബൽറാം നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഫേസ്ബുക്കിലൊരു കുറിപ്പ് കൂടി നമുക്കിവിടെ പറയേണ്ടതുണ്ട്. അദ്ദേഹം 2 മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടത്. രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശവും VD സതീശനെതിരായ 150 കോടിയുടെ വ്യാജ ആരോപണവും ചേലക്കര ഇലക്ഷൻ സമയത്ത് നടത്തിയ ജാതീയ പരാമർശങ്ങളും പിൻവലിച്ച് PV അൻവർ സ്വയം തിരുത്തണം. തൻ പ്രമാണിത്വവും ധാർഷ്ട്യവും ഒരു പൊടിക്ക് കുറയ്ക്കണം. അങ്ങനെയുള്ള ഒരു അൻവറുമായി രാഷ്ട്രീയമായി സഹകരിക്കുന്ന UDF പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള സമയത്ത് ഏറ്റവും അധികം വിമർശിച്ചിരുന്നത് വ്യക്തികൾ കൂടിയാണ് VT ബൽറാം. അത് VT ബൽറാമിനെ അപഹസിക്കുകയും പരിഹസിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ അദ്ദേഹം ആക്രമിക്കുകയും ചെയ്തിരുന്നു. ആ അൻവറിന് ഉള്ള ഒരു മറുപടിയായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് വരുന്നതിന് എതിർപ്പില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അൻവർ ചെയ്യേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് അദ്ദേഹം VT ബൽറാം തന്നെ FB-യിൽ കുറിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ നേതാക്കൾക്കെല്ലാം ഈ PV അൻവർ വിഷയത്തിൽ പല നിലപാടുകളുണ്ട്. K. സുധാകരനും രമേശ് ചെന്നിത്തലയും കാണിക്കുന്ന അത്ര ലാഘവത്തോടെ അല്ലെങ്കിൽ അത്ര സുഖകരമായ രീതിയിലല്ല ഇതിൽ VD സതീശൻ്റെ നിലപാടുള്ളത്. കാരണം VD സതീശനെതിരെയാണ് PV അൻവറിൻ്റെ വിമർശനങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് ചേലക്കരയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ലാതെ ഇരിക്കുന്ന സമയത്ത് പോലും VD സതീശനെ പരിഹസിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ PV അൻവർ സ്വീകരിച്ചിരുന്നു. അപ്പോൾ VD സതീശൻ്റെ നിലപാട് നമുക്കറിയാം, ഇതിൽ കൃത്യമായിട്ട് സുധാകരൻ്റെയോ ചെന്നിത്തലയുടെയോ പോലെയല്ല. മുസ്ലിം ലീഗ് ആകട്ടെ PV അൻവറിനോട് കുറെ കൂടി ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ചെയ്തിരിക്കുന്നത്.
ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ പല വിഷയങ്ങളിലും അത് അനൗപചാരികമായി പല ചർച്ചകളും നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ ആർക്ക് മുമ്പിലും അതിൽ അടച്ചിട്ടില്ല, രാഷ്ട്രീയമായിട്ട് പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന് പറയുന്നു. അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് PV അൻവറിനെ UDFിൻ്റെ ഭാഗമാക്കുന്നതിൽ അവർക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അത്. പക്ഷേ അത് UDFിൻ്റെ കൂടി ഭാഗമായി നിൽക്കുമ്പോൾ UDFിൽ നിന്ന് വരേണ്ട ഒരു അഭിപ്രായമാണ് അത് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് ഇത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മറുവശത്ത് കോൺഗ്രസിനുള്ളിലാണ് ഇത് സംബന്ധിച്ചുള്ള പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത്. പല അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് VD സതീശൻ്റെ ഭാഗത്തുനിന്നുള്ള ആ എതിർപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പക്ഷേ അൻവറിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഈ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾക്കെതിരെ, സർക്കാരിനെതിരെ അൻവർ നടത്തുന്നത് പോലെ ഒരു വലിയ പോരാട്ടം നടത്തുവാൻ ഒരുപക്ഷെ UDFിന് പോലും ഈ ഘട്ടത്തിൽ സാധിക്കില്ല എന്ന് വരും. അപ്പോൾ അൻവറിനെ ഇനി ഇടതുപക്ഷ പോരാട്ടങ്ങൾക്ക് എതിരെ നടത്തുന്ന ആ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഒക്കെ കൂടെ ചേർത്ത് നിർത്തലാണ് UDFിനെ സംബന്ധിച്ച് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം. അത് മലപ്പുറത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. മലപ്പുറത്ത് നിലമ്പൂരിൽ MLA ആണ് അദ്ദേഹം. നിലമ്പൂർ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ അദ്ദേഹത്തിൻ്റെ ശേഷം ആര്യാടൻ ഷൗക്കത്താവട്ടെ, പിന്നീട് DCC പ്രസിഡന്റ് VV പ്രകാശ് ആവട്ടെ, ഈ രണ്ടുപേരെയും തോൽപ്പിച്ചുകൊണ്ടാണ് PV അൻവർ ഇടതുപക്ഷ MLA ആയിട്ട് ഇവിടെ നിന്നും ജയിച്ചു കയറിയത്. അപ്പോൾ അൻവർ UDFിലേക്ക് വരുമ്പോൾ നിലമ്പൂർ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതേക്കുറിച്ചുള്ള ആശയവിനിമയങ്ങൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മലപ്പുറത്തെ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി നിലമ്പൂർ സീറ്റും കൂടി കേന്ദ്രീകരിച്ചുള്ളതാണ് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് തന്നെ അൻവറിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളും നിലമ്പൂർ സീറ്റുമായി കൂട്ടിക്കെട്ടേണ്ടാവുന്ന ഒരു മുഴം മുമ്പേ എറിയുന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ മലപ്പുറത്തെ അൻവർ കോൺഗ്രസിൻ്റെ ഭാഗമാകുമ്പോൾ, UDFിൻ്റെ ഭാഗമാകുമ്പോൾ നിലമ്പൂർ സീറ്റിനെ ചൊല്ലി ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും ഒക്കെ വരുമെന്നുള്ളത് അത് വിദൂരത്തെ ഒരു കാര്യമാണെങ്കിൽ പോലും മലപ്പുറത്തെ കോൺഗ്രസിന് UDFിന് അതൊരു വിഷയം തന്നെയാകും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ നേരിടുവാൻ, ഇടതുപക്ഷ സർക്കാരിനെതിരെ അനുബോധ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വനനിയമ ഭേദഗതിക്കെതിരെ അൻവർ ജനകീയ യാത്ര നടത്തിയത്. അതിൽ ഈ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളൊന്നും പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഒരല്പം അകറ്റി നിർത്തിയാൽ മതി അൻവറിനെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഈ അറസ്റ്റ്, അത് ഒരുപക്ഷെ കോൺഗ്രസിനെയും ലീഗിനെ സംബന്ധിച്ച്, ലീഗ് നേരത്തെ തന്നെ അത്തരം ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ പോലും UDFിന്റെ ആ ഒരു രാഷ്ട്രീയ ചിന്തയെ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. ഏറെക്കുറെ ഒരു പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ കൂടി വിലയിരുത്താം ഇപ്പോഴല്ലേ? തീർച്ചയായും പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ സംഭവവികാസങ്ങൾ UDF രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, കേരള രാഷ്ട്രീയത്തിലും അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകും എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അത് PV അൻവർ ഇപ്പോൾ ജയിലിനകത്തു നിന്നും ഉള്ള PV അൻവർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇമേജുള്ള വ്യക്തിയല്ല. അദ്ദേഹം ജയിലിനകത്ത് പോയത് ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പിന്നാലെയാണ്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പിന്നാലെയാണ്. അദ്ദേഹത്തെ ഇടതുപക്ഷ സർക്കാർ വേട്ടയാടുകയായിരുന്നു, അദ്ദേഹത്തോട് വ്യക്തിവിരോധം തീർക്കുകയായിരുന്നു, പോലീസിനെ ചട്ടുകമാക്കി ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തിനെ കേസിൽ കുരുക്കുകയായിരുന്നു തുടങ്ങിയ പ്രതിപക്ഷങ്ങളുടെ ആരോപണങ്ങൾക്ക്, അല്ലെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം ശക്തി പകരുന്ന സാഹചര്യങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ പോലീസിൻ്റെ ഈ ദ്രുതഗതിയിലുള്ള അറസ്റ്റ് കൊണ്ട് കേസിലകപ്പെട്ട് ജയിലിൽ പോയ PV അൻവർ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. ഇതുവരെ അദ്ദേഹത്തെ അംഗീകരിക്കാത്തവർക്ക് പോലും അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. നേരത്തെ ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആലങ്കാരികമായിട്ട് പറയാം. അദ്ദേഹം മുമ്പ് നടത്തിയ റാലികളിലൊക്കെ അദ്ദേഹം ഒരുപക്ഷെ പണം കൊടുത്ത ആളുകളെ കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായതൊക്കെ വലിയ വിമർശനമായിരുന്നു. ഒരുപക്ഷെ ഇനി അദ്ദേഹം ഒരു ജാഥ നടത്തുമ്പോൾ ആ ഒരു സാഹചര്യം ആയിരിക്കില്ല. മലയോര മേഖലയിൽ ആ വന്യജീവി ആക്രമണവും അവിടുത്തെ ബുദ്ധിമുട്ടുകളും നേരിട്ട് അനുഭവിക്കുന്ന ആളുകൾ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം അൻവറിൻ്റെ കൂടെ നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അൻവർ ഉദ്ദേശിക്കുന്നതും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം കൂടിയാകുമ്പോൾ UDFിന് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളത് UDFിൻ്റെ കൂടി ഒരു നേട്ടത്തിന് വഴിയൊരുക്കുന്ന കാര്യമാകും. അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ ഈ ഒരു രാഷ്ട്രീയ മാറ്റം, അതായത് കേരള പോലീസ് നടത്തിയ ഈ ദ്രുതഗതിയിലുള്ള ഈ ഒരു അറസ്റ്റും നടപടികളും രാഷ്ട്രീയമായിട്ട് അൻവറിനാണ് ആത്യന്തികമായിട്ട് ഗുണം ചെയ്യുന്നത്, ഇടതുപക്ഷത്തിനാണത് തിരിച്ചടി നൽകുന്നത് എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. തിരികെത്താം. അനുമോദ്, ജിഷാദ് വളാഞ്ചേരി തവനൂർ ജയിലിന് മുന്നിൽ നിന്ന് ജിഷാദ്, കൂടുതൽ പേർ എത്തി തുടങ്ങി അവിടെ അൻവറിനെ വരവേൽക്കാൻ. അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെ, അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെയാണ് അൻവർ പുറത്തു വരുന്നത്, രാഷ്ട്രീയ മറുപടിയാണ് എന്നുകൂടി കാണിക്കാനുള്ള ഒരു നീക്കം നടത്തുകയാണോ അൻവറിൻ്റെ അണികൾ?
എത്ര പേരെത്തി ഇപ്പോൾ ജയിലിന് മുന്നിൽ? അപർണ, നമ്മളിപ്പോൾ ഉള്ളത് തവനൂർ സെൻട്രൽ ജയിലിന് മുമ്പിലാണ്. നിലമ്പൂരിൽ നിന്ന് തവനൂർ സെൻട്രൽ ജയിലിലേക്കുള്ള ദൂരം 2 മണിക്കൂറാണ്. അവിടുന്ന് ഓർഡർ വാങ്ങിന് അവിടുത്തെ പ്രവർത്തകർ പുറപ്പെട്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോരാതെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മെയിലുകൾ വന്നിട്ടുണ്ട്. നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപർണ. ജിഷാദ് വിവരങ്ങൾ നൽകുന്നു. ജിഷാദ്, ഒരു 8 മണിയോടുകൂടിയെങ്കിലും പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യത, ആ തരത്തിലേക്ക് കൂടുതൽ പേർ എത്തും എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, അല്ലേ? ഇതിൽ അൻവറിന്റെ DMK പ്രവർത്തകരല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരെങ്കിലും ഉണ്ടോ? കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ പ്രാദേശിക നേതാക്കന്മാരെങ്കിലും ജയിലിന്റെ ഭാഗത്തെങ്ങാനും ഉണ്ടോ? അപർണ, അത്തരത്തിലുള്ള ആൾക്കാരൊന്നുമില്ല. DMK പ്രവർത്തകരും അൻവറിൻ്റെ അടുത്ത സഹസഞ്ചാരികളുമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തരത്തിലാവും ഇവിടുത്തെ ശക്തി പ്രകടനം എന്നറിയില്ല. എന്തായാലും നിലമ്പൂരിൽ വലിയൊരു സ്വീകരണം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏകദേശം ജയിലിൻ്റെ പുറത്താണ് നമ്മളുള്ളത്. ഇവിടെ ലൈറ്റ് അസ്തമിക്കാൻ പോവുകയാണ്. എന്തായാലും വലിയൊരു ശക്തി പ്രകടനം തന്നെ ഇവിടെ പ്രതീക്ഷിക്കാം. അപർണ. ജിഷാദ് വിവരങ്ങൾ നൽകുമ്പോൾ വീണ്ടും അനുമോദിലേക്ക്. അനുമോദ്, അതായത് ഒരു ശക്തി പ്രകടനമായിട്ട് തന്നെ എങ്ങനെയാണോ ആദ്യത്തെ പൊതുസമ്മേളനത്തിൽ ആ ശക്തി തെളിയിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത്, അത് തന്നെ ഇത്തവണയും ഉണ്ടാകും. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ വഴിത്തിരിവ് കൂടിയുണ്ട്. ഒരു പക്ഷേ UDF പ്രവേശനം പോലും എളുപ്പത്തിലെ വഴി തുറക്കുന്ന രീതിയിലേക്ക്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിനുള്ളിൽ പുറത്തിറങ്ങുക, രാഷ്ട്രീയ വേട്ടയുടെ ഇരയായി ഒരു ജനപ്രതിനിധി അകത്തു പോകുക, അതിനുശേഷം കോടതി തന്നെ നിരുപാധിക ജാമ്യം നൽകി പുറത്തു വരിക, ആ ഒരു താരപരിവേഷത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജോട് കൂടിയാണ് പുറത്തു വരുന്നത് താൻ എന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കാൻ അൻവറും ഒപ്പം അൻവറിന്റെ അണികളും ശ്രമിക്കും. ആ തരത്തിലുള്ള ഒരുക്കമാണ് തവനൂർ ജയിലിൽ നടക്കുന്നത്. എങ്ങനെയാണ് DMK പ്രവർത്തകരുടെ പ്രതികരണം? അനുമോദിന്റെ അടുത്തു നിന്ന്. അപർണ, ആദ്യം ഈ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ അൻവർ സ്വന്തം നിലയിലാണ് ആളുകളെ സംഘടിപ്പിച്ച് ഈ ഒരു മഹാസമ്മേളനമാക്കി കൂട്ടാൻ ശ്രമിച്ചതെങ്കിൽ ഇന്നിപ്പോൾ അൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് കുറച്ചുകൂടി ആളുകൾ തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം അൻവറിനോട് ആഭിമുഖ്യമുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ളവർ പോലും ഈ ഒരു ഘട്ടത്തിൽ അൻവറിന് മാനസികമായിട്ട് പിന്തുണ നൽകുന്നുണ്ട്. അത് ഈ ഇന്നലത്തെ നടപടി, പോലീസിൻ്റെ ഭാഗത്തുനിന്നായി തിടുക്കപ്പെട്ടുള്ള നടപടി തന്നെയാണ് അതിന് കാരണം. അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്ന അതൊരു വെറും ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. അദ്ദേഹത്തെ ഒരു MLA എന്ന നിലയിൽ നിലമ്പൂരിൽ എപ്പോഴും ഉണ്ടാകുന്ന നിലമ്പൂരിലെ ഒരു MLAയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി കയറി ചെന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളത്, കൊണ്ടുപോയി എന്നുള്ളത് തീർച്ചയായും വേട്ടയാടൽ തന്നെയായിട്ട് വേണം ഇവിടുത്തെ സാധാരണക്കാർക്കും കാണുവാൻ. അപ്പോൾ ഇടതുപക്ഷം അതിനെ പുച്ഛിക്കുന്നു, അതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും അൻവറിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ ഒരു പോലീസിൻ്റെ അറസ്റ്റും അതിൻ്റെ നടപടികളൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും അതിന് ഉദാഹരണമാണ് VT ബൽറാം. അദ്ദേഹത്തിൻ്റെ നിശ്ചിത വിമർശനങ്ങളായ VT ബൽറാം പോലും കണ്ടീഷൻസ് വെച്ച് അദ്ദേഹത്തിന് മാറണമെന്ന് UDFിലേക്ക് വന്നാൽ ഓക്കെ സ്വീകരിക്കാവുന്ന തരത്തിലേക്ക് കണ്ടീഷൻസ് വരെ വയ്ക്കുന്നത് സ്വാഭാവികമാണ്. അത് വലിയ ഒരു ഈ വരാനിരിക്കുന്ന അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു സൂചന മാത്രമായിട്ട് വേണം കാണുവാൻ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിലമ്പൂർ കോടതിക്ക് മുമ്പിൽ തന്നെയാണ്. ഇവിടെ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും തവനൂർ ജയിലിന് മുൻപിലേക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും നീങ്ങിയിട്ടുണ്ട് എന്ന കാഴ്ചയാണെന്ന സാഹചര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവർത്തകരുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെയില്ല. ഓർഡർ ഇവിടെ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർഡറുമായിട്ട് എത്രയും വേഗം ഇവിടുന്ന് പ്രവർത്തകർ തവനൂർ ജയിലിലേക്ക് പോകും. കാലതാമസം വരുന്നുണ്ട്, സമയം വൈകുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇവിടുന്ന് 2 മണിക്കൂറധികം സമയം ഓടിയെത്തണം തവനൂരിലേക്ക്. അപ്പോൾ 8 മണി എന്നുള്ളത് പക്ഷേ ഒരു 9 മണിയൊക്കെ ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തു തന്നെയാണെങ്കിലും അൻവറിന് ഇന്ന് രാത്രി തന്നെ പുറത്തിറക്കണമെന്നുള്ളത് DMK പ്രവർത്തകർ, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരുടെ ഒരു വാശി കൂടിയാണ്. അതിൻ്റെ കാരണം 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം ജയിലിന് പുറത്തിറങ്ങുന്നു എന്നത് രാഷ്ട്രീയമായി ഉണ്ടാക്കാവുന്ന വലിയ ഒരു അലയൊലിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എതിരെ നടപടി സ്വീകരിച്ചവർക്കുള്ളൊരു മറുപടിയായിട്ടാവും PV അൻവർ അത് കൊണ്ടുവരിക. മാത്രമല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൻവർ മുൻപുണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല. അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത, അദ്ദേഹത്തിന് ലഭിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇനി ഒറ്റപ്പെട്ട ശബ്ദമായിരിക്കില്ല അൻവറിൻ്റേത് എന്ന സൂചന നൽകുന്ന പ്രതികരണങ്ങളാണ് അൻവർ അറസ്റ്റിലായത് മുതൽ നമുക്ക് രാഷ്ട്രീയ രംഗത്ത് നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ
അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ 24 മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഒരു നടപടി, തിടുക്കപ്പെട്ട് MLA അറസ്റ്റ് ചെയ്തു എന്നൊരു നടപടി ഉണ്ടാക്കിയിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് അൻവറിന് ഒരു പുതിയ അവസരമാണ്, ഒരു പുതിയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ UDF-ലും കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കുമെന്നാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. റൈറ്റ്, CV അനുമോദ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും രാത്രിയോടുകൂടി PV അൻവർ ജയിലിന് പുറത്തേക്ക് എത്തും. ശക്തി പ്രകടനമായിട്ടായിരിക്കും അൻവറിനെ പുറത്ത് വരവേൽക്കുക എന്ന് DMK-യുടെ പ്രവർത്തകർ നേരത്തെ തന്നെ ന്യൂസ് 8-നോട് പറയുന്നു. അങ്ങനെ മലപ്പുറത്ത് നിന്നും തവനൂർ ജയിലിലേക്ക് മുന്നിലേക്ക് ഒഴുകുകയാണ് അണികൾ. അൻവർ പുറത്തിറങ്ങി വരുമ്പോൾ ഏത് തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഇടത് സർക്കാരിനെതിരെയും അൻവർ ഉയർത്തുക എന്നുള്ളത് കൂടിയാണ് ഇനി കാണാനിരിക്കുന്നത്. CV അനുമോദും PG ഷാദും വിവരങ്ങൾ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6-മായി KP അഭിലാഷിത്. നമസ്കാരം.